ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം ഇത് വാച്ച് ചെയ്തപ്പോൾ നല്ലൊരു സ്ട്രാറ്റജി പോലെ തോന്നി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു സ്ട്രാറ്റജി കുറച്ച് ദിവസം ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ ന്യൂസ് വരുന്ന സ്റ്റോക്സുകളാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി മോർണിംഗ് തന്നെ ഇപ്പോൾ ന്യൂസ് വരുന്ന സ്റ്റോക്സുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്സുകളൊക്കെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടണം. അതിനുശേഷം ഈ സ്റ്റോക്സുകളിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ വരുന്ന സ്റ്റോക്സുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് സ്റ്റോക്സുകളിൽ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്ന ഒരു സ്റ്റോക്സ് എന്ന് പറയുന്നത് CMS ഇൻഫോസിസ്റ്റ് ആണ്. അപ്പോൾ CMS ഇൻഫോസിസ്റ്ററിൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു ഗ്യാപ്പ് അപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ഈ ഗ്യാപ്പ് 2% കൂടുതലെങ്കിലും വേണം. നമുക്കിവിടെ മെഷറിംഗ് ടൂൾ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ക്ലോസിംഗ് ക്യാൻഡലിൻ്റെ ഹൈയും ഇന്നത്തെ ഓപ്പൺ ക്യാൻഡലിൻ്റെ ലോയും, ആദ്യത്തെ ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ലോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2% എങ്കിലും വേണം. ഇപ്പോൾ 2% കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ആ ഒരു ക്യാൻഡിൽ, ഓപ്പണിംഗ് ക്യാൻഡലിൻ്റെ ലോയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ലോ മാർക്ക് ചെയ്യണം. അതുപോലെ പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് ക്യാൻഡലിൻ്റെ ആ ഒരു ഏരിയയിലുള്ള സപ്പോർട്ട്, അതായത് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയാണ് സപ്പോർട്ടായിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ടാർഗറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യണം. അതായത് നമ്മളിവിടെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെല്ല് ചെയ്യാൻ നിൽക്കരുത്. അതായത് ഈ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ഈ ഒരു ലോയ്ക്ക് താഴെ ക്ലോസ് ചെയ്യണം. അതല്ലെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ജസ്റ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ആ ഒരു വിക്ക് വന്നിട്ട് തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കൺഫർമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ക്യാൻഡിൽ ഇതേപോലെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിലായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട്. ഏകദേശം ഈ ഒരു ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടണം. അതായത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സെല്ല് ചെയ്യണത്. ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുന്നു, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. ഈ ഒരു പോയിൻ്റാണ് നമ്മൾ ടാർഗറ്റ് വയ്ക്കുന്നത്. നമ്മൾ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾ നിക്കോളാസ് നീലോ എന്ന് സെർച്ച് ചെയ്താൽ മതി. ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഡെയിലി മോർണിംഗ് തന്നെ മെയിൻ ന്യൂസ് വരുന്ന സ്റ്റോക്സുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് സ്റ്റോക്സ് വന്നതിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു CMS ഇൻഫോ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസിൽ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസവും ഈ ഒരു സ്റ്റോക്സ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു 27-ാം തീയതി. അപ്പോൾ നമുക്ക് 27-ാം തീയതി നോക്കാം. അപ്പോൾ 27-ാം തീയതി നല്ല രീതിയിലൊരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു ഈ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആ ഓപ്പണിംഗ് ചെയ്ത ക്യാൻഡലിൻ്റെ ഹൈ നോക്കാം. 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയും ആ ക്ലോസ് തമ്മിൽ 2.82% ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയുടെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് സപ്പോർട്ട് കാണിക്കുന്നത്. കണ്ടോ, ആ ഒരു ഏരിയ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. ഇനി എവിടെയാണ് നമ്മൾ ബൈ എടുക്കേണ്ടത്? ഈ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബൈ എടുക്കാവുന്നതാണ്. ഇനി സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ക്യാൻഡലിൻ്റെ ലോയ്ക്ക് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അപ്പോൾ നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് വന്നിരിക്കുന്ന ന്യൂസുകൾ ഞാൻ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ചില സ്റ്റോക്സുകളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്യാപ്പ് അപ്പ് സ്റ്റോക്സുകളാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ന്യൂസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കേണ്ട കാര്യമില്ല. ആ ഒരു സ്റ്റോക്സിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് ദിവസം ഒന്നൊരു പേപ്പർ ട്രേഡ് ചെയ്തുപോലെ നോക്കാം. അപ്പോൾ ന്യൂസ് കിട്ടാനായിട്ട് ഈ ഒരു ചാനലൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഡെയിലി നമ്മൾ ആ ന്യൂസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കാലത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന സ്റ്റോക്സുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് പ്രീ മാർക്കറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും ഏത് സ്റ്റോക്സുകളൊക്കെയാണ് നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും വരുന്നത്. എന്നിട്ട് അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മിനിമം ആ ഒരു ലോയും അല്ലെങ്കിൽ ഹൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 2% കൂടുതലാണ്. ഇപ്പോൾ 1% ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. 2% അതിൽ കൂടുതലോ ആ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അടുത്ത ദിവസങ്ങളിലും ഈ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്ത് വരുന്ന സ്റ്റോക്സുകളുടെ വീഡിയോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി.
അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.